ഞാനിന്നിവിടെ ഒരു സാമ്പാറാണ് വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നു തേങ്ങ അരയ്ക്കില്ല എന്ന്. ഞങ്ങളിവിടെ പാലക്കാട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉലുവ, ഉഴുന്ന് പരിപ്പ്, നമ്മുടെ സാദാ പരിപ്പ്, കായം, പിന്നെ നാളികേരവും, കറിവേപ്പില, മല്ലിപ്പൊടി, മുളക്, ഇതെല്ലാം കൂടി നല്ലപോലെ വറുത്തരയ്ക്കും. പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാനിതിൽ ചെറിയ ഉള്ളിയാണ് വേണ്ടത്, പക്ഷെ ഞാൻ നേരാക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കുറച്ച് സവാള ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടുകയാണ് 2 തക്കാളി. മഞ്ഞൾപ്പൊടി ഞാൻ അരയ്ക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ അതിലേക്ക് ഇടുകയാണ്. ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടി വറുത്തരച്ച് വെച്ചതാണത്. അരവ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊണ്ട് പുളിപ്പുണ്ടാവും, എന്നാലും ഞാൻ കുറച്ച് പുളി ഒഴിക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വറുത്തിടാനാണ് കേട്ടോ. കടുകും, മുളകും, ഉലുവയും, പിന്നെ കറിവേപ്പിലയും. ഞാനിതിൽ കറിവേപ്പില അരച്ചിട്ടുണ്ട്, എന്നാലും തിളപ്പിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇടാറുണ്ട്. നല്ല മണം കിട്ടും. വെള്ളം കുറച്ചും കൂടി ഒഴിക്കാം. നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇവിടെ പാലക്കാടൻ സാമ്പാർ എന്ന് പറയുമ്പോൾ സദ്യക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അന്ന് ഞാൻ അരയ്ക്കാത്ത സാമ്പാർ വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു തേങ്ങ അങ്ങനെ അരയ്ക്കാറില്ല എന്ന്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ. പാലക്കാട് സദ്യക്കൊക്കെ നല്ല ടേസ്റ്റാണ് സാമ്പാർ. നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളെല്ലാം വെന്ത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചതാണ്, കാരണം ഈ പുതിയ ചട്ടിയാണ്, അതുകൊണ്ട് ഇതിലിരുന്ന് വറ്റും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിരിക്കുന്നത്. തീ ഓഫാക്കുക. കടുകും മുളകും ഇതൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, അത് അതിൽ പൊട്ടുകയാണ്. തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓഫാക്കിയിട്ട്. നല്ല സ്വാദിഷ്ടമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് അരയ്ക്കാം. എന്തായാലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ. നല്ല ടേസ്റ്റാണത് സാമ്പാർ, പാലക്കാടൻ സാമ്പാർ.